നമസ്കാരം. കേറ്റഡ് പരീക്ഷയിലെ കാറ്റഗറി 1 EVS ിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷകളിൽ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അന്തരീക്ഷവായുവിലെ വിവിധ ഘടകങ്ങളുടെ അനുപാതം ചിത്രീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഗ്രാഫിക് എയ്ഡ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഫ്ലോ ചാർട്ട്, പൈ ചാർട്ട്, ട്രീ ചാർട്ട്, സൈക്കിൾ ചാർട്ട്. ഇതിൽ ഏതാണ് ഉത്തരമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഓപ്ഷൻ ബി ആണ്, പൈ ചാർട്ട് ആണ് അതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ചാർട്ടുകൾ നമ്മൾ ഗ്രാഫിക് എയ്ഡുകൾ നമ്മൾ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൈ ചാർട്ട്, അപ്പോൾ അന്തരീക്ഷവായുവിൽ വിവിധ ഘടകങ്ങളുണ്ട് നമുക്കറിയാം. അവ അന്തരീക്ഷവായുവിൽ ഒരു മിക്സറാണ് അന്തരീക്ഷവായു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 100% നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 78% അതിൽ നൈട്രജനും 21% ഓക്സിജനും ബാക്കി 1% മറ്റ് വിവിധ വാതകങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ് അന്തരീക്ഷവായു. അപ്പോൾ 100% ഒരു കാര്യത്തിന് നമ്മൾ പറയുന്ന സമയത്ത് അത് ഏറ്റവും അതിലുള്ള കോമ്പണൻസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് പൈ ചാർട്ടാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്നത് ഒരു തുടർച്ചയായി നടക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സാധാരണയായിട്ട് ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്നത്. ട്രീ ചാർട്ട് ഉപയോഗിക്കുന്നത് ഇതിലുള്ള മറ്റൊരു ഓപ്ഷനായിട്ടുള്ള ട്രീ ചാർട്ട് എന്നത് വർഗീകരണത്തിന് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്, ഹൈറാർക്കി തുടങ്ങിയുള്ള കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ട്രീ ചാർട്ട് ഉപയോഗിക്കുന്നത്. സൈക്കിൾ ചാർട്ട് നമുക്കറിയാം, വാട്ടർ സൈക്കിൾ തുടങ്ങിയിട്ടുള്ള നൈട്രജൻ സൈക്കിൾ തുടങ്ങിയിട്ടുള്ള ആവർത്തന സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് സാധാരണയായിട്ട് സൈക്കിൾ ചാർട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഉത്തരം പൈ ചാർട്ടാണ് യഥാർത്ഥ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ വായുവിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്ര ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചോദ്യം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ ചോദ്യം അല്ലാത്തത്, താഴെ തുടർന്ന് വായുവിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, ഒരു സംയുക്തമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം, വായുവിന് ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതാണ്, ചൂടാക്കുമ്പോൾ വികസിക്കുന്നതാണ് വായു. അപ്പം ഇതിൽ വായുവിൻ്റെ സവിശേഷ അല്ലാത്തത് ഡി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. വായു ഒരു സംയുക്തമാണ് എന്നുള്ളതാണ് ഇതിൽ വരുന്ന ശരി ഉത്തരം. യഥാർത്ഥത്തിൽ വായു ഒരു സംയുക്തമല്ല, വായു ഒരു മിക്സ്ചറാണ്, ഒരു മിശ്രിതമാണ്, വിവിധ വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ് വായു എന്ന് പറയുന്നത്. അപ്പോൾ സവിശേഷത അല്ലാത്തത് ഈ വായു ഒരു സംയുക്തമാണ് എന്ന് പറയുന്ന അവസാനത്തെ ഓപ്ഷൻ ഡി ആണ് അതിൽ ശരി ഉത്തരം. അടുത്തൊരു ചോദ്യം, പ്രഥമ ശുശ്രൂഷയിൽ പെടാത്തത് ഏത്? പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് ആണ്. അതൊരു ഇഞ്ചുറി സംഭവിക്കുന്ന സമയത്തോ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ അതിൽ ഉൾപ്പെട്ട ആളിന് മെഡിക്കൽ അറ്റൻഷൻ ലഭിക്കുന്നതിന്, പൂർണ്ണമായ മെഡിക്കൽ അറ്റൻഷൻ ലഭിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന സഹായത്തിനെയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? രക്തം നൽകൽ, സ്പ്ലിൻറ്റിടൽ, കൃത്രിമ ശ്വാസം നൽകൽ, CPR നൽകൽ. ഇതിൽ ആദ്യത്തെ ഉത്തരം, ഇത് ചോദ്യം എന്താണ്, പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അതായത് പ്രഥമ ശുശ്രൂഷയിൽ പെടാത്തത് രക്തം നൽകൽ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ രക്തം നൽകുക എന്ന് പറയുന്നത് മെഡിക്കൽ അറ്റൻഷൻ്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ നടത്തേണ്ടതായിട്ടുള്ളൊരു പ്രക്രിയയാണ്. മാത്രമല്ല അതൊരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടി നടന്നു പോകേണ്ട കാര്യമാണ്. രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കാനായിട്ട് ക്രോസ് മാച്ചിങ് നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അണുവിമുക്തമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇത് രക്തം നൽകുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ഗണത്തിൽ രക്തം നൽകലിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. മറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സ്പ്ലിൻറ്റിടൽ അസ്ഥിക്ക് ഒടിവൊക്കെ സംഭവിക്കുന്ന സമയത്ത് അത് നേരെ വലിച്ചു കെട്ടുന്ന ഒരു സപ്പോർട്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്പ്ലിൻറ്റിടൽ എന്ന് പറയുന്നത്.
കൃത്രിമ ശ്വാസം നൽകൽ എന്ന് പറയുന്നത് അതും ഇതുപോലെ തന്നെ അപകടങ്ങളിലെല്ലാം പെട്ട് പ്രത്യേകിച്ചും വെള്ളത്തിലൊക്കെ മുങ്ങുന്ന ഇലക്ട്രിക് ഷോക്ക് ഒക്കെ സംഭവിക്കുന്ന ആളുകൾക്കൊക്കെ ശ്വാസോച്ഛ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കൃത്രിമ ശ്വാസം നൽകൽ. CPRും അതുപോലെ തന്നെയാണ്. ഹൃദയമിടിപ്പ് അതുപോലെ ശ്വാസോച്ഛ്വാസം ഹൃദയമിടിപ്പൊക്കെ നിന്ന് പോകുന്ന ആളുകളെ പ്രത്യേകിച്ച് ഹൃദയമിടിപ്പ് നേരെയാക്കുന്നതിന് വേണ്ടിയിട്ട് കാർഡിയോ പൾമണറി റിസസിയേഷൻ എന്ന് പറയുന്ന CPR നൽകൽ അതും ഒരു പ്രഥമ ശുശ്രൂഷയിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ എ രക്തം നൽകൽ എന്നുള്ളതാണ് പ്രഥമ ശുശ്രൂഷയിൽ പെടാത്തത്. അടുത്തൊരു ചോദ്യം, താഴെ പറയുന്ന പ്രത്യേകതകളുള്ള ഗ്രഹം ഏതാണ്? എന്തൊക്കെയാണ് പ്രത്യേകതകൾ കൊടുത്തിരിക്കുന്ന ഗ്രഹത്തിൻ്റെ? അതിന് ഉപഗ്രഹങ്ങളില്ല, അത് സൂര്യനോട് അടുത്തിരിക്കുന്ന ഗ്രഹം, ഏറ്റവും അടുത്ത ഒരു ഗ്രഹമാണ്, സൂര്യനോട് അടുത്ത ഗ്രഹമാണ്, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും ആണ്. അപ്പം ഈ 3 ഓപ്ഷനിൽ ഈ 3 സൂചകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ്, ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. അപ്പം ഓപ്ഷൻ എ ആണ് ബുധൻ. പിന്നെയുള്ള ഓപ്ഷൻസൊക്കെ ഏതൊക്കെയാണ്? യുറാനസ്, നെപ്റ്റ്യൂൺ, ശുക്രൻ തുടങ്ങിയുള്ള മറ്റ് ഓപ്ഷൻസ്. അപ്പം ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പറയുന്ന ആ സൂചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. ബുധന് ഉപഗ്രഹങ്ങളില്ലാത്ത മറ്റൊരു ഗ്രഹം കൂടിയുണ്ട്, ശുക്രനും ഉപഗ്രഹങ്ങളില്ല. എന്നാൽ സൂര്യനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്ന് ചോദിക്കാം, അതുപോലെ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിക്കാം. നമുക്കറിയാം ഇപ്പം ഗ്രഹങ്ങളുടെ എണ്ണം നവഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും 2006 ശേഷം ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ആസ്ട്രോണമിയുടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഗ്രഹങ്ങളെ ക്ലാസിഫൈ ചെയ്ത സമയത്ത് 8 ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അവസാനമായ ഗ്രഹമെന്ന് പഠിച്ചിരുന്ന പ്ലൂട്ടോ ഇപ്പോൾ ഗ്രഹമല്ല, അതൊരു വാമന ഗ്രഹമായി ഡോർഫ് പ്ലാനറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം സൗരയൂഥത്തിൽ ഇപ്പോൾ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളതെന്ന് പറയാം. ഏറ്റവും ചെറുത് ബുധനാണ്, സൈസിൽ ഏറ്റവും വലുത് വ്യാഴമാണ് ഏറ്റവും വലുത്. അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളില്ലാത്തത് ബുധൻ, ഉപഗ്രഹങ്ങളില്ല, ശുക്രൻ, ഉപഗ്രഹങ്ങളില്ല. അപ്പോൾ മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള, നമുക്ക് സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഗ്രഹം ബുധനായതുകൊണ്ട് തന്നെ ഒരു ചോദ്യം വരാം, സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്തുള്ളതല്ലേ ചൂട് കൂടുതലുള്ളതെന്ന് ധാരണയിൽ നമ്മൾ ബുധൻ ചില ആളുകളെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. രണ്ടാമത്തെ ഗ്രഹമാണ്, സൂര്യനിൽ നിന്ന് രണ്ടാമത്തെ ഗ്രഹമായ ശുക്രനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. 460 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അതിൻ്റെ ചൂട് എന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥവുമായിട്ട് നിരവധി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻസ് മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. അത് നോക്കുമല്ലോ. അടുത്ത ചോദ്യം, ജീവികളുടെ ചലനാവയവങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പം കുറച്ച് ജീവികളും അവയുടെ ചലന അവയവങ്ങളും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവയിൽ ശരിയായ ജോഡി ഏതാണെന്ന് ആണ് നോക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പാരമീസിയത്തിൻ്റെ ചലന അവയവമായിട്ട് കൊടുത്തിരിക്കുന്നതിൽ ടെൻറ്റിക്കിളാണ്. അത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. പാരമീസിയത്തിൻ്റെ ചലനാവയവം എന്ന് പറയുന്നത് സിലിയാണ്. അടുത്തതെന്താണ്? യുഗ്ലീനയുടെ ചലനാവയവം ഫ്ലജല്ലമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരമാണ്, ഓപ്ഷനാണ്. യുഗ്ലീനയുടെ ചലനാവയവം ഫ്ലജല്ലം ആണ്. അടുത്തത് അമീബ കൊടുത്തിരിക്കുന്നു. അമീബയുടെ ചലനാവയവം എന്ന് പറയുന്നത് കപടപാദങ്ങളാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് സീലിയ എന്നാണ്. അത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. അതുപോലെ ഹൈഡ്രയുടെ ചലനാവയവമായിട്ട് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് കപടപാദങ്ങളാണ്. എന്നാൽ ഹൈഡ്രയുടെ ചലനാവയവം എന്ന് പറയുന്നത് ടെൻറ്റക്കിൾസാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട യുഗ്ലീനയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അതൊരു മിക്സോട്രോപ്പാണ്. ഈ പറഞ്ഞിരിക്കുന്ന ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യുഗ്ലീനയുടെ അതിലെ സൂര്യപ്രകാശം ഉള്ള സമയത്ത് അതിന് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ്
യൂഗ്ലീന എന്ന് പറയുന്നത്. അത് സൂര്യപ്രകാശം അവൈലബിൾ അല്ലാത്ത സമയത്ത് അത് ഹെറ്ററോട്രോഫായി മാറുകയും സൂര്യപ്രകാശം ലഭിക്കുന്ന സമയത്ത് അതിന് ഓട്ടോട്രോഫ് എന്ന് പറയുന്ന സ്വഭാവ സവിശേഷത ഉള്ളതുമായിട്ടുള്ള ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു ജീവിയാണ് യൂഗ്ലീന എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ഉള്ള സമയത്ത് അതിന് ലൈറ്റിൽ തന്നെ പ്രത്യേകിച്ചുള്ള ലൈറ്റ് ഡിറ്റക്ടേഴ്സൊക്കെ ഉണ്ട്. അതിൽ ഒരു റെഡ് സ്പോട്ട് ഉണ്ട്. അതിന് ഫോട്ടോടാക്സിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അല്ലാത്ത സമയത്ത് അതിൻ്റെ ഒരു സൈറ്റോസ്റ്റോം എന്ന് പറയുന്ന അതിനൊരു സെൽ മൗത്തുണ്ട്. അതുവഴിയോ അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിലൂടെയോ ന്യൂട്രിയൻസ് പിന്നെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവാണ് അതിന് യൂഗ്ലീനയ്ക്ക് ഉണ്ട്. അടുത്തൊരു ചോദ്യവും തെറ്റായ ജോഡി ഏതാണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി. ഇത് ശരിയായിട്ടുള്ളൊരു ഓപ്ഷൻ, ശരിയായ ജോഡിയാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ബാലഗംഗാധര തിലക് ഇതിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചാബ് കേസരി എന്നാണ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ആണ്. ബാലഗംഗാധര തിലക് അറിയപ്പെടുന്നത് ലോകമാന്യ എന്ന വിശേഷണത്തോടു കൂടിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ, ശരിയായുള്ള ഓപ്ഷനാണ്. ഉരുക്കു മനുഷ്യൻ എന്ന പേരിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു തന്നെയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ബാലഗംഗാധര തിലക് എന്നുള്ള അദ്ദേഹം ലോകമാന്യ എന്ന വിശേഷണത്തോടു കൂടിയാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഒരു ജീവിക്കുന്ന സ്വാഭാവികമായ ചുറ്റുപാട് ഏതാണെന്നാണ്. ഓപ്ഷൻസ് സമുദായം, സമൂഹം, സി ആവാസം, ഡി ആവാസ വ്യവസ്ഥ. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു ജീവിയുടെ സ്വാഭാവികമായ ചുറ്റുപാട് എന്ന് പറയുന്നത് അതിന് ഭക്ഷണം, വെള്ളം, അതിൻ്റെ പ്രജനനം ഒക്കെ നടക്കുന്നതായിട്ടുള്ള സ്വാഭാവികമായ ചുറ്റുപാടിനെയാണ്. അതിന് ഹാബിറ്ററ്റ് അല്ലെങ്കിൽ ആവാസം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആവാസം ആണ്. ഇനി സമുദായം എന്താണെന്ന് നമുക്ക് നോക്കാം. സമുദായം എന്ന് പറയുന്നത് ഒന്നിലധികം വർഗത്തിലുള്ള ജീവികൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് സമുദായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹം എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധിതമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ, അതുപോലെ തന്നെ മറ്റ് ഒരേ വർഗത്തിൽപ്പെട്ട ജീവികൾ പരസ്പര ബന്ധിതമായിട്ട് ജീവിക്കുന്നതിനെയാണ് സമൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ സമൂഹത്തിലുള്ള ജീവികളിൽ അതിൽ പരസ്പര സഹകരണം ഉണ്ടായിരിക്കും. അതിനൊരു വ്യക്തമായ സമൂഹത്തിനൊരു നിയമം ഉണ്ടായിരിക്കും. ഇത് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ മനുഷ്യൻ, അതുപോലെ ഹണി ബീസ് നമുക്ക് പറയാൻ പറ്റും, തേനീച്ചകൾ, ഉറുമ്പ്, ഇതെല്ലാം സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എക്സാമ്പിളാണ്. ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി വലിയൊരു ബ്രോഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവയും അല്ലാത്തവയുമായിട്ടുള്ള പരസ്പര ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റമാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ബയോട്ടിക് ആയിട്ടുള്ളതും ജീവനുള്ളതും അബയോട്ടിക് ആയിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു കുളം ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കുളത്തിൽ ജീവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ജീവജാലങ്ങൾ, ബാക്ടീരിയകൾ, അതുപോലെ തന്നെ ആൽഗകൾ, അതിൽ കുളത്തിലെ വെള്ളം, സൂര്യപ്രകാശം, മണ്ണ്, ഇതെല്ലാം ചേർന്നതാണ് കുളം എന്നുള്ള ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ നാഗാലാൻഡ്. തലസ്ഥാനം കൊടുത്തിരിക്കുന്നത് അഗർത്തലയാണ്. അപ്പോൾ നാഗാലാൻഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊഹിമയാണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു ജോഡിയാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായിട്ട് കൊടുത്തിരിക്കുന്നത് റായ്പൂറാണ്. അത് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് അതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് നോക്കാം. മണിപ്പൂരിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇംഫാലാണ്. മിസോറാമിൻ്റെ തലസ്ഥാനമാണെങ്കിൽ ഐസ്വാളാണ്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ കുറിച്ച് അതിൻ്റെ തലസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈയിടെ ആയിട്ടുള്ള രൂപം കൊണ്ടിട്ടുള്ള സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളൊക്കെ ഇതിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അമരാവതിയാണ്. അതുപോലെ തെലങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ് ഇപ്പോഴുള്ളത്.
അപ്പോൾ ഇതിൽ അഗർത്തല, നാഗാലാൻഡിൻ്റെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന, അതിൽ മാച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന തലസ്ഥാനം അഗർത്തല എന്ന് പറയുന്നത് ത്രിപുരയുടെ തലസ്ഥാനമാണ് അഗർത്തല. അതുപോലെ റാഞ്ചി നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെയാണ് തലസ്ഥാനമാണ് റാഞ്ചി. ഷില്ലോങ് ആണെങ്കിലോ മേഘാലയ എന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ഛത്തീസ്ഗഡ് റായ്പൂരാണ് ഇതിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ശരിയായ ജോഡിയായിട്ട് കൊടുത്തിട്ടുള്ളത്. പരിസര പഠന ക്ലാസ്സിൽ കുറച്ച് വലിയൊരു ചോദ്യമാണ്. പരിസര പഠന ക്ലാസ്സിൽ വസ്ത്രം എന്ന തീമുമായി ബന്ധപ്പെട്ട് വസ്ത്രത്തിൻ്റെ ചരിത്രം, വിവിധ കാലങ്ങളിൽ അനുയോജ്യമായ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ചൂട്, തണുപ്പ് എന്നിവയെ വസ്ത്രങ്ങൾ പ്രതിരോധിക്കുന്ന രീതി തുടങ്ങിയ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നുണ്ട്. പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പം ഇതിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് പ്രക്രിയ ബന്ധിത സമീപനമാണ്, ശിശു കേന്ദ്രീകൃത സമീപനമാണ്, ഉദ്ഗ്രഥിത സമീപനമാണ്, പ്രവർത്തനാധിഷ്ഠിത സമീപനമാണ്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഉദ്ഗ്രഥിത സമീപനമാണ്. നമുക്കറിയാം 1 മുതൽ 4 ക്ലാസ്സുകൾ വരെയുള്ള കുട്ടികൾ EVS എന്ന് പറയുന്നതിന് ഉദാഹരണമാണ്. ഈ പരിസര പഠന പദ്ധതി ഇതിന് ഉദാഹരണമാണ്. ഈ രീതിക്ക് ഉദാഹരണം ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഉദ്ഗ്രഥിത സമീപനത്തിന് ഉദാഹരണമാണ്. ഇവിടെ EVSലെ കുട്ടികൾ സയൻസ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ സ്റ്റഡീസിലുള്ള ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം പരിസര പഠനം അത് വേറെ അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് പരിസര പഠന പാഠ്യപദ്ധതി. അപ്പോൾ ഇതിൻ്റെ ഇത് ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ ഉദാഹരണമാണ് ഈ പരിസര പഠന ക്ലാസ്സിൽ വസ്ത്രം എന്ന തീമുമായി ഇത് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉദ്ഗ്രഥിതമാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വസ്ത്രം എന്ന തീമാണ്, വിഷയമാണ് ഇവിടെ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഇവിടെ വിവിധ കാലങ്ങളിൽ അനുയോജ്യമായ വസ്ത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഇവിടെ വരുന്നുണ്ട്, ചരിത്രം വരുന്നുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുടെ രീതി പറയുന്ന സമയത്ത് ഹിസ്റ്ററി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ കാലാവസ്ഥകളിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജോഗ്രഫി അതിൽ ഉൾപ്പെട്ടു വരുന്നു. അതുപോലെ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതുപോലെ പ്രതിരോധം തുടങ്ങിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ സയൻസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു തീമിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇത് ഉദ്ഗ്രഥിത സമീപനം എന്നതിൽ ഉൾപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം, താഴെ പറയുന്നവയിൽ വ്യക്തമായ കാണ്ഡം ഇല്ലാത്ത സസ്യങ്ങൾ. വ്യക്തമായ കാണ്ഡമില്ലാത്ത സസ്യങ്ങൾ ഏതാണെന്ന് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് നോക്കാം. എ ഈന്ത്, ബി താമര, സി ഇഞ്ചി, ഡി മാസുകൾ. ഈന്ത് നമുക്കറിയാം ഇതിന് കാണ്ഡമുള്ളതാണ്, ജിംനോസ്പേറാണ്. താമര ഇല കുളത്തിൽ വെള്ളത്തിൻ്റെ മുകളിൽ താമര ഇലയും അതുപോലെ തന്നെ അതിൻ്റെ പുഷ്പവും ഉണ്ടെങ്കിലും അതിന് ചെളിയിലാണ് താമരയുടെ റൈസോം എന്ന് പറയുന്ന കാണ്ഡം, അതിൻ്റെ അണ്ടർഗ്രൗണ്ടായിട്ടുള്ള കാണ്ഡമുണ്ട് താമര. അപ്പം താമര അതിൽ ഓപ്ഷനല്ല. ഇഞ്ചി ആണെങ്കിലും ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്, ഭൂകാണ്ഡം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുള്ള റൈസോമുള്ളതാണ്. ഇഞ്ചിയും അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം വ്യക്തമായ കാണ്ഡം 3 നമ്മൾ ഇപ്പം പറഞ്ഞ ABC ഓപ്ഷനുകളിൽ വ്യക്തമായ കാണ്ഡം ഉള്ളവയാണ്. എന്നാൽ ഡി മോസുകൾ എന്ന് പറയുന്ന ബ്രയോഫൈറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇവയിലെ കാണുന്ന ഇലകൾ പോലുള്ള ഭാഗങ്ങളും അതുപോലെ തണ്ട് പോലുള്ള ഭാഗങ്ങളും അതുപോലെ വേര് പോലുള്ള ഭാഗങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇലയോ തണ്ടോ വേരോ അല്ല. അതിൻ്റെ കാണ്ഡം എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന ഭാഗത്തിന് യഥാർത്ഥത്തിൽ അതിന് വാസ്കുലർ ടിഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിന് ബ്രയോഫൈറ്റ്സിൽ വരുന്ന ഈ മോസുകൾക്കാണ് വ്യക്തമായ കാണ്ഡം ഇല്ല എന്ന് പറയുന്നത്. മോസുകളുടെ വേര് പോലുള്ള ഭാഗങ്ങൾക്ക് അതിന് റൈസോയിഡ്സ് എന്നാണ് പറയുന്നത്. മരക്കരിയുടെ എന്ത് സവിശേഷതയാണ് മഴവെള്ള സംഭരണിയുടെ വാട്ടർ ഫിൽറ്ററിൽ ഉപയോഗപ്പെടുത്തുന്നത്? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ മഴവെള്ള സംഭരണിയുടെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗിക്കുന്ന ഒന്നാണ് മരക്കരി എന്ന് പറയുന്നത്. അത് വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് സവിശേഷതയാണ് മരക്കരിയുടെ എന്ത് സവിശേഷതയാണ് അതിൽ ഉപയോഗപ്പെടുത്താൻ കാരണം എന്നാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഒന്ന് സുഷിരങ്ങൾ, കറുപ്പ് നിറം, ആകൃതി, ഭാരക്കുറവ്. ഇതെല്ലാം തന്നെ മരക്കരിയുടെ സവിശേഷതകളാണ്. എന്നാൽ ഇവയിൽ സുഷിരങ്ങൾ മില്യൺസ് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് സുഷിരങ്ങൾ മരക്കരിയിലുള്ളത് കൊണ്ട് അവ എന്ത് ചെയ്യുന്നു, ആ വെള്ളത്തിലുള്ള മാലിന്യങ്ങൾ അതുപോലെ തന്നെ കെമിക്കൽസ് തുടങ്ങിയുള്ളവയൊക്കെ തന്നെ അതിൽ അഡ്സോർബ് ചെയ്യുന്നു. അതിനെ
അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അവ അതിൽ കൂടി കടന്നു പോകുന്ന വെള്ളത്തിൽ നിന്ന് അവ നീക്കം ചെയ്യുന്നുണ്ട്. മാത്രമല്ല മരക്കരിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വെള്ളത്തിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല്, ക്ലോറിൻ പോലുള്ള വാതകങ്ങളുടെയൊക്കെ കാരണം ഉണ്ടാകുന്ന അതിൻ്റെ സ്മെല്ലൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മരക്കരി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം ഓപ്ഷൻ എ സുഷിരങ്ങൾ എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. താഴെ പറയുന്നതിൽ കാർഷിക ആവശ്യത്തിനുള്ള ഏറ്റവും വലിയ ജലസംഭരണി ഏതാണ്? ഏറ്റവും വലിയ ഡാം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഡാം എന്നല്ല ചോദിച്ചിരിക്കുന്നത്, അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാർഷിക ആവശ്യത്തിനുള്ള ഏറ്റവും വലിയ ജലസംഭരണി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെല്ലാം നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള ജലസംഭരണികളാണ്. നോക്കാം ഏതൊക്കെയാണ് ഓപ്ഷൻസ്: മലമ്പുഴ, പീച്ചി, കല്ലട, പമ്പ. ഇവയെല്ലാം തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉള്ള ജലസംഭരണികളാണ്. എന്നാൽ ഇതിൽ ഓപ്ഷൻ എ മലമ്പുഴയാണ് ഈ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ചോദ്യം നോക്കൂ, ഏറ്റവും വലിയ ജലസംഭരണി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മലമ്പുഴയാണ് ഉത്തരം വരുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കാർഷിക ആവശ്യത്തിനുള്ള സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഇറിഗേഷൻ സിസ്റ്റമാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ ഉത്തരം വരുന്നത് കല്ലടയാറാണ് വരുന്നത്. കാരണം കല്ലടയാറിനാണ് ഏറ്റവും വലിയ കനാൽ സിസ്റ്റമൊക്കെ ഉള്ളത് കല്ലടയ്ക്കാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏറ്റവും വലിയ ജലസംഭരണി അല്ലെങ്കിൽ ഡാം എന്നുള്ളതുകൊണ്ട് ആൻസർ വരുന്നത് മലമ്പുഴ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യം: ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്, രാവും പകലും ഉണ്ടാവുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സൂര്യപ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഭൂമി ഒരു അർദ്ധതാര്യ വസ്തുവാണ്. സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും എതിർഭാഗത്ത് രാത്രിയും ഉണ്ടാകുന്നു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. ഇതിൽ ഓപ്ഷൻ എ സൂര്യപ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. സൂര്യപ്രകാശം പതിക്കാത്ത ഭാഗത്ത് രാത്രിയും പതിക്കുന്ന ഭാഗത്ത് പകലാണ് ഉള്ളത്. രണ്ടാമത്തെ എന്താണ്? ഭൂമി ഒരു അർദ്ധതാര്യ വസ്തുവാണ്. ഭൂമി ഒപ്പേക്ക് ആയിട്ടുള്ളൊരു വസ്തുവാണ്. ഓപ്ഷൻ സി എന്താണ്? സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും എതിർഭാഗത്ത് രാത്രിയും ഉണ്ടാകുന്നു. അത് ശരിയാണ്, നമുക്കറിയാം. ഡി എന്താണ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഭൂമി ഒരു അർദ്ധതാര്യ വസ്തു ആണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശാസ്ത്ര ആശയങ്ങളുടെ ഉദാഹരണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിരീക്ഷിക്കുക. വീട്ടിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ആശയങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാക്കൽ. ആഹാരം, ആരോഗ്യം എന്നിവയിൽ ശാസ്ത്രീയമായ ജീവിതശൈലി പിന്തുടരുന്നു. ഏതൊക്കെ ഓപ്ഷൻസ്? പ്രക്രിയാശേഷിയുണ്ട്, സർഗാത്മക മേഖലയുണ്ട്, മനോഭാവ മേഖലയുണ്ട്, പ്രയോഗ മേഖലയുണ്ട്. ഇവിടെ എന്താണ്? ശാസ്ത്ര വിദ്യാഭ്യാസ താഴത്തിൽ സയൻസ് എഡ്യൂക്കേഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് യഥാർത്ഥ ഉത്തരം. ശരിയായിട്ടുള്ള ഉത്തരം പ്രയോഗ മേഖല എന്നുള്ള ആപ്ലിക്കേഷൻ ഡൊമെയിനാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതൽ കാണുന്ന മൂലകങ്ങൾ ഏതാണെന്ന്? കേരളത്തിലെ ഏകദേശം 65% കാണുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. അപ്പം ലാറ്ററൈറ്റ് മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങളാണ് കൂടുതലുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഓപ്ഷൻ എ കാൽസ്യം, മഗ്നീഷ്യം. ഓപ്ഷൻ ബി ഇരുമ്പ്, അലൂമിനിയം. ഓപ്ഷൻ സി നൈട്രജൻ, ഫോസ്ഫറസ്. ഓപ്ഷൻ ഡി പൊട്ടാഷ്യം, ക്ലോറിൻ. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇരുമ്പ്, അലൂമിനിയം. ഇപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് സാധാരണ കൂടുതലായിട്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ആണ് സാധാരണയായിട്ട്
ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അപ്പം മഴവെള്ളത്തിൽ അതിൻ്റെ മേൽമണ്ണിലുള്ള മൂലകങ്ങളായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയുള്ള അതൊക്കെ ഒലിച്ചു പോകുന്ന സമയമുണ്ട്. അപ്പം താരതമ്യേന വാട്ടറിൽ ഇൻസോളിബിൾ ആയിട്ടുള്ള ലയിച്ചു ചേരാത്ത അയൺ ഓക്സൈഡ്, അലൂമിനിയം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ അതിൽ മണ്ണിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പം ഇരുമ്പ് അതിലുള്ള അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ലാറ്ററൈറ്റ് മണ്ണിന് ഒരു ചുവപ്പ് നിറം വരുന്നതിന് ഒരു കാരണവും ഈ അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പം ലാറ്ററൈറ്റ് മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇരുമ്പ്, അലൂമിനിയം എന്ന മൂലകങ്ങളാണ്. ഇപ്പോൾ ലാറ്ററൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാവുന്നതാണ്. നമ്മൾ വെട്ടുകല്ല് എന്ന് പറയുന്ന ഈ മണ്ണ് ഉറയ്ക്കുമ്പോഴാണ് നമ്മൾ കെട്ടിട നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന വെട്ടുകല്ല് തുടങ്ങിയുള്ള വെട്ടുകല്ലൊക്കെ ഇന്നാണ് ലഭിക്കുന്നത്. ലാറ്ററൈറ്റ് മണ്ണാണ് എന്നാണ് ഉണ്ടാവുന്നത്. 3ാം ക്ലാസ്സിലെ പരിസര പഠന ക്ലാസ്സിൽ ഒരു ചെടിയുടെ വേരാണോ തണ്ടാണോ പ്രധാനം എന്ന പ്രശ്നം അനുഭവപ്പെട്ടാൽ അത് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ അഭിമുഖം സംവാദം, ഓപ്ഷൻ ബി ഗ്രൂപ്പ് ചർച്ചാ സംവാദം, ഓപ്ഷൻ സി ലഘുപരീക്ഷണം സംവാദം, ഓപ്ഷൻ ഡി ക്യൂസ് സംവാദം. ഇതിൽ ലഘുപരീക്ഷണം സംവാദം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഈ ഒരു പരീക്ഷണത്തിൽ കൂടി ഈ പ്രോസസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പ്രക്രിയാബന്ധിതമായ പ്രവർത്തനത്തിലാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള പഠനതന്ത്രം എന്ന് പറയുന്നത്. ഇത് കാരണം എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വേരിൻ്റെ ഉപയോഗം അത് പ്രാധാന്യമാണോ, വേരിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കുട്ടി ഒരു ചെറിയ പരീക്ഷണത്തിൽ കൂടി കണ്ട വേര് മുറിച്ചു മാറ്റുന്ന സമയത്ത് ചെടിക്ക് വളരാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വേരാണ് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത്, അതിനാണ് വെള്ളമെല്ലാം വലിച്ചെടുക്കുന്നത് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ തണ്ടിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ പ്രാധാന്യം, സ്റ്റെമ്മ് ഇലകളെ വിന്യസിക്കുന്നതിന് തണ്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് തണ്ട് മുറിച്ച് മാറ്റിയിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ കൂടി കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പം ഇതിന് ശേഷം ഇതൊരു സംവാദം ഈ ക്ലാസ്സിൽ നടത്താവുന്നതാണ്. കുട്ടികളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അതിൽ ഒരു ഗ്രൂപ്പ് വേരാണ് പ്രധാനം എന്ന് പറയുന്നതും മറ്റൊരു ഗ്രൂപ്പ് തണ്ടാണ് പ്രധാനം എന്ന് പറയുന്നത്. അങ്ങനെ അവർ സംവാദത്തിൽ ഏർപ്പെടുകയും അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയും ചെയ്യും. വേരും തണ്ടും വളരെ പ്രധാനപ്പെട്ടതാണെന്ന കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പം ഇത് ലഘുപരീക്ഷണം സംവാദം എന്ന് പറയുന്ന എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ ഏറ്റവും യോജിച്ച അല്ലെങ്കിൽ അനുയോജ്യമായ പഠനതന്ത്രം എന്ന് പറയുന്നത് ലഘുപരീക്ഷണം സംവാദം എന്ന ഓപ്ഷൻ സി ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് വരും എപ്പിസോഡുകളിൽ നമുക്ക് മറ്റ് ചോദ്യങ്ങളുമായിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം.